നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വശത്ത് SFI പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു, മറുവശത്തേക്ക് ബാരിക്കേഡുകൾ ഭേദിച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തകർ പുറത്തു കടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് SFI പ്രവർത്തകർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഇടത്തേക്ക് തന്നെ പോവാം. കൂടുതൽ പ്രകോപനം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പോലീസിന് നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. SFI സംസ്ഥാന പ്രസിഡന്റ് ആർഷോ അടക്കമുള്ള ആളുകൾ അവിടെ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് സംഘർഷഭരിതമാകുന്ന കാഴ്ച. കറുത്ത വസ്ത്രമണിഞ്ഞ് കരിങ്കൊടി ഉയർത്തിപ്പിടിച്ച് കറുത്ത ബലൂണുകൾ വീശി കൂടിയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കം കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു. കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അത്രയധികം വിദ്യാർത്ഥി സമൂഹം പരീക്ഷാ ഭവന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. മാർച്ച് ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. ഏത് രീതിയിലാണ് പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാവുക? എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ പോലീസിന് നേരിടാനാവുക എന്നതൊരു ചോദ്യം ബാക്കിയായി നിൽക്കുകയും ചെയ്യുമ്പോൾ, അനീഷ്, നേരത്തെ ഗവർണർക്ക് പിന്തുണയുമായി BJP പ്രവർത്തകർ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒരു വശത്ത് നടക്കുമ്പോൾ ഇത്രയും വലിയ വിദ്യാർത്ഥി കൂട്ടം തന്നെ ഒരു വശത്തുണ്ട്. മറുവശത്ത് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പങ്കാളിത്തമുണ്ടോ? പോലീസ് അത് കണക്കിലെടുക്കുന്നുണ്ടോ? അതിനുള്ള എന്തെങ്കിലും സാധ്യത? തീർച്ചയായും പോലീസുകാർ നേരത്തെ തന്നെ കണക്കിലെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യത്തെ 2 ദിവസവും 600 പോലീസുകാരാണ് ഇവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഏതാണ്ട് 2000-ലധികം പോലീസുകാർ ഇവിടെ ഡ്യൂട്ടിക്കുണ്ട്. ആ എണ്ണം തന്നെ മനസ്സിലാവും. ഒരു വിദ്യാർത്ഥിക്ക് 2 പോലീസുകാർ എന്ന കണക്കിൽ പോലും കണക്കാക്കിയാൽ അതിനുള്ള പോലീസുകാർ ഇവിടെ ഉണ്ട്. പക്ഷേ ടീം പ്ലാനൊക്കെ SFI കൊണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ആദ്യം ഒരു വശം പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ മറികടന്ന് പുറത്തെത്തിയപ്പോൾ അവർ അടുത്തുനിന്നും നീക്കി. എന്നാൽ വീണ്ടും ക്യാമ്പസിൽ വീടുകളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രവർത്തകർ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന മുറയ്ക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വീണ്ടും വിദ്യാർത്ഥികൾ ഇനിയും എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ SKDക്ക് ഒരു വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് ഒരു ഭീകരമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എഴുതുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം SFI സമരം നടത്തിയപ്പോഴേക്കും കുറച്ച് മൃദുവായ നിലപാട് സമീപനം പോലീസിന് ഭാഗത്തുനിന്നുണ്ടായി. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശന വിധേയമായി വരികയും ചെയ്തു. കാരണം കേസുകാർ ഉയർപ്പെട്ട് പ്രതിഷേധം നടത്തുമ്പോൾ അവർക്കെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് അല്ലെങ്കിൽ ബുക്ക് തിരുത്തി ആക്രമണം നടത്തുന്ന മറുഭാഗത്തുള്ളവരും പോലീസുകാരും ഉള്ളപ്പോൾ ഇവിടെ കുറച്ചുകൂടി മയമായ രീതിയിലാണ് SFI സംഘർഷത്തെ അല്ലെങ്കിൽ SFIയുടെ പ്രക്ഷോഭത്തെ നേരിടുന്നതെന്ന ഒരു വിമർശനം ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴും ഒരു വലിയ ആക്രമണം ഈ പ്രക്ഷോഭത്തിന് നേരെ ഉണ്ടാവില്ല എന്നൊരു കണക്കുകൂട്ടുന്നത്. നിലവിലും ബാരിക്കേഡുകൾ ഭേദിക്കാനുള്ള SFIയുടെ ശ്രമങ്ങൾ തുടരും. കുറച്ച് പ്രവർത്തകർ ഇപ്പോൾ തന്നെ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. പോലീസുകാരുടെ ഓടിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അവർ ഊടുവഴികളിൽ കൂടെ അവർക്ക് ചിരപരിചിതമായ ഇടമാണ് ഈ ക്യാമ്പസ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് പോലീസുകാരുമായി ഏറ്റുമുട്ടൽ നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. മതിൽ ചാടിക്കടന്ന പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്നു. 2-3 പ്രവർത്തകർ മതിൽ ചാടി ഒരു ഊടുവഴിയിൽ കയറി ചിത്രത്തേക്ക് കാണാനുള്ള ശ്രമമാണ് നടത്തിയത്. അതും പിടിക്കപ്പെട്ടിരിക്കുന്നു. ചാവേറുകൾ പോലെ അവർ കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റി കയ്യിൽ കെട്ടുമായി നടക്കുന്ന ഒരു പ്രവർത്തകനാണ്. പോലീസുകാർ അവർക്ക് അടി നൽകിയ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേട്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ പരിക്ക് പറ്റിയ ഒരു വിദ്യാർത്ഥിയാണ്. പോലീസുകാരെ അവിടുന്ന് പിടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്ന. വലിയ ഒരു പ്രതിരോധം അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ പരിക്കേറ്റ് കെട്ടുമായാണ് ആ പ്രവർത്തകൻ ഇന്ന് വീണ്ടും ഈ സമരസ്ഥലത്തേക്ക് എത്തിയത്. ആ ശ്രമം ഒടുവിൽ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു. അയാളെയും കൃത്യമായി വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ പല വഴികളിൽ കൂടി മറികടന്ന് ഇവിടേക്ക് വരും. കാരണം അവർക്ക് പരിചിതമായ സ്ഥലമാണ്. ഊടുവഴികൾ അറിയാം. കാട്ടിൽ കൂടിയും മറ്റുമൊക്കെ കടന്നാൽ ഗസ്റ്റ് ഹൗസിന്റെ സമീപപ്രദേശങ്ങളിലേക്ക് വരാനുള്ള വഴികൾ അവർക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ഇത്തരം ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു വലിയ സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന
ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. മറുവശത്ത് മുദ്രാവാക്യ വിളികളുമായി കറുത്ത വെല്ലുവിളികളുമായി സംഘടിച്ചിരിക്കുന്നവർ ഏതു നിമിഷവും ഈ ബാരിക്കേഡുകൾ ഭേദിച്ച് മറുവശത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സംഘർഷത്തിനുള്ള സാധ്യതകൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നു. പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് തുടരുന്നു. മറുവശത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധവും അത്യാർത്ഥത്തിൽ ഒരു ഉറുമ്പ് പോലും കിടക്കാനാവാത്ത വിധം ഭദ്രമാക്കിയാണ് അവർ ഗസ്റ്റ് ഹൗസ് പരിസരം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സെമിനാർ നടക്കുന്ന ഹാളിലേക്കോ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്കോ ഒറ്റ പ്രവർത്തകൻ പോലും എത്തില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഭഗീരഥ പ്രയത്നമാണ് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തനിക്ക് ആരുടെയും സുരക്ഷ വേണ്ട എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പറയുമ്പോൾ അതല്ല, ഇരു വിഭാഗത്തിനും പരിക്കില്ലാത്ത വിധം ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യമായി മുന്നിലുള്ളത്. അതുകൊണ്ട് പുറത്തേക്കെത്തുന്ന ബാരിക്കേഡ് ഭേദിച്ചിപ്പുറത്ത് വശത്തേക്ക് എത്തുന്ന പ്രവർത്തകരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. നിലവിൽ വീണ്ടും സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു. ഒരു വശത്ത് ഉപരാഗം വിളിച്ച് പ്രവർത്തനം, മറുവശത്ത് വലിയ പോലീസ് സന്നാഹവും നിലനിർത്തിയിരിക്കുന്നു. അനീഷ്, അപ്പോഴും അനീഷ് പറയുന്നത് പോലെ പോലീസ് സ്വീകരിക്കുന്ന നിലപാട് അതൊരു മയപ്പെട്ട നിലപാട്. ഇത്രയും വലിയ വിദ്യാർത്ഥി സമൂഹം പ്രതിഷേധവുമായി എത്തുമ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ഒരു കടുത്ത നടപടിയിലേക്ക്, സാധാരണ സമരങ്ങളെ നേരിടുന്ന ഒരു കണ്ണീർവാതമോ ജലപീരങ്കിയോ പോലുള്ള നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. പക്ഷെ നേരത്തെ പോലീസ് ലാത്തി വീശുകയുണ്ടായി. ആ സമയത്ത് സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയി. അല്ലാത്ത പക്ഷത്തോളം വിദ്യാർത്ഥി സമരക്കാരോട് പോലീസ് മയപ്പെട്ട ഒരു സമീപനത്തിലേക്ക് കടക്കുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതായത് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനോട് SFI സഹകരിക്കുകയും ചെയ്യുന്നു പൂർണ്ണമായി, അതാണോ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന്? ആദ്യ ദിവസ നടപടികളുമായി നോക്കുമ്പോൾ പൂർണ്ണമായും മയപ്പെട്ട ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം പല വിദ്യാർത്ഥികളെയും നന്നായി മർദ്ദിച്ച് തന്നെയാണ് അകത്തോട്ട് കയറ്റുക. അല്ലെങ്കിൽ നിലത്ത് വീണത്തെ കിടക്കുന്ന വിദ്യാർത്ഥികളെ അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അല്പസമയം മുമ്പ് കാണാൻ കഴിഞ്ഞു. വാഹനത്തിനുള്ളിലും പോലീസും പ്രവർത്തകരും തമ്മിൽ നല്ല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ അത്ര അനായാസമായ അല്ലെങ്കിൽ ഒരു അധിഷ്ഠിതമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമല്ല. കുറച്ചുകൂടി അദൃശ്യമായ, കുറച്ചുകൂടി ഇരുപക്ഷത്തും ബാക്കിയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. മറുവശത്ത് അവർ സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവരെ കൂട്ടത്തോടെ അടിച്ചു മാറ്റുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതിനൊക്കെ കാരണം പെൺകുട്ടികളുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും നന്നായത്. ഒരുപാട് പെൺകുട്ടികൾ, എണ്ണത്തിനേതാണ്ട് പകുതിയോടെ വരുന്നത് പെൺകുട്ടികളാണ്. അവിടെ ഒരു പോലീസ് ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ചുറ്റും തിരക്കിനൊക്കെ ഉണ്ടായി മറുവശത്തേക്കും ഉപദേശത്തേക്കും ഒക്കെ ഓടി വന്നാൽ വലിയൊരു അത്യാവശ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസുകാർ തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ സമരം ആരംഭിച്ച് അവരെ മാറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു ലാത്തിചാർജിനുള്ള ഒരുക്കം നടത്തിയപ്പോൾ ഈ കുട്ടികൾ കൈകാലുകൾ പിണച്ച് റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരമൊരു ഇടത്തേക്ക് ഒരു ലാത്തിചാർജ് നടന്നാൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യം നീങ്ങും. അതുകൊണ്ട് ഓരോരുത്തരെയായി പുറത്തിയെടുത്ത് മാറ്റുക സ്ഥലത്ത് നിന്നും എന്ന ഒരു തന്ത്രം മാത്രമേ ചെയ്യാൻ കഴിയും എന്ന് പോലീസുകാർ പറഞ്ഞു. മൃഗഭാവമൊന്നും ആയിരുന്നില്ല ആ സമരത്തോടും തങ്ങൾ ചെയ്തിരുന്നതെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ, മേലധികാരികൾ അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. കാരണം അവരുമായി നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ പ്രതിഷേധം നടത്തിയ ശേഷം അറസ്റ്റ്. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം, വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി ജനക്കൂട്ടമാണ് പ്രതിഷേധവുമായി എത്തിയത്. നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഈ രീതിയിലുള്ള സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത്. സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ആൾക്കാരെ. ആ രീതിയിലുള്ള ദൃശ്യങ്ങൾ കാണാം. ഒപ്പം SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പോലീസ് കരുതൽ തടങ്കലിലാക്കി അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരിക്കുന്നു. കറുത്ത ബലൂണുകൾ പറത്തിക്കൊണ്ട്, കറുത്ത കരിങ്കൊടി വീശിക്കൊണ്ട് കൂടിയാണ് വിദ്യാർത്ഥികളെല്ലാവരും തന്നെ എത്തിയത്. പരീക്ഷാ ഭവനിലേക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തുക. ഇന്ന് 3:30-ക്കാണ് ഗവർണറുടെ സെമിനാർ നടക്കുന്നത്. ഒരു കാരണവശാലും ഗവർണറുടെ സെമിനാർ നടക്കുന്ന ഭാഗത്തേക്കോ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്കോ പ്രവർത്തകരെത്താതിരിക്കാൻ, പ്രതിഷേധം നടത്തുന്ന, സമരം നടത്തുന്ന പ്രവർത്തകരെത്താതിരിക്കാൻ തക്കവിധം കനത്ത പോലീസ് സന്നാഹം രാവിലെ മുതൽ സന്നിഹിതമായിരുന്നു സ്ഥലത്ത് തന്നെ. ആ രീതിയിലുള്ള പോലീസ് സേനയെ സ്ഥലത്ത് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനം പോലീസിനെതിരെ ഉയർന്നതായിരുന്നു. ഗവർണർ നേരിട്ട് തന്നെ തനിക്കെതിരെ സമരം നടത്തുന്നവരെ കൃത്യമായി നിയന്ത്രിക്കുന്നില്ല പോലീസ് എന്നതടക്കമുള്ള
വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നലെ അവിടെ ഉയർത്തിയ ബാനറുകൾ അടക്കം വലിയ രീതിയിലുള്ള വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തും വീഴ്ചയുടെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടായ വീഴ്ചയാണെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, പോലീസ് കൂടുതൽ കാര്യക്ഷമമായി സമരത്തെ നേരിടാൻ നടത്തുന്ന തത്രപ്പാടുകൾ. വീണ്ടും എം എസ് അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഈ സമയത്ത് ഗവർണർ എവിടെയാണ്? അദ്ദേഹത്തിന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ടോ ഈ സമയത്ത്? എം എസ് അനീഷ് കുമാറിലേക്ക് വരാം. വീണ്ടും നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ബന്ദോബസ്ത് ഉറപ്പുവരുത്തിയിരിക്കുന്ന കാലിക്കറ്റ് സർവകലാശാല പ്രവർത്തകരെ പിടിച്ചുമാറ്റുന്ന ദൃശ്യങ്ങൾ. പിടിച്ചുമാറ്റുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ, പലരെയും മർദ്ദിച്ചുകൊണ്ട് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ. വലിയ രീതിയിലുള്ള പ്രവർത്തക സന്നാഹമാണ് സ്ഥലത്തുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാമായി നടന്ന പ്രതിഷേധത്തിന്റെ ഒടുവിൽ ഒന്നുമില്ല. വലിയ സമരത്തെ ഏത് രീതിയിൽ പോലീസ് വരും നിമിഷങ്ങളിൽ നേരിടുമെന്നത് ഉറ്റുനോക്കുകയാണ്. ഏതായാലും പോലീസ് അപ്പുറത്താണോ നിൽക്കുന്നത്? ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരക്കാർ നേരത്തെ പരീക്ഷാ ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് കടക്കാൻ ശ്രമിച്ച എസ്എഫ്ഐയുടെ സംസ്ഥാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള പ്രതിരോധം പോലീസിനെതിരെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. അതോടൊപ്പം തന്നെ പോലീസ് പ്രവർത്തകരെ പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റി നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ സ്ഥലത്തെത്തുകയും ചെയ്തു. ആ സമയം ആകുമ്പോഴേക്കും പ്രതിഷേധം കൂടുതൽ കനക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യുന്നു. എം എസ് അനീഷ് കുമാർ നമുക്കൊപ്പം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അനീഷ്, എത്ര സമയത്തിനുള്ളിൽ ഗവർണർ എത്തുമെന്നാണ് ഇപ്പോൾ അറിവാകുന്നത്? ഇപ്പോൾ പ്രതിഷേധം ഏത് രീതിയിലേക്ക് പോകുന്നു? പോലീസ് ഏത് രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നൽകാൻ കഴിയുന്ന വിവരം? അപർണ, ഗസ്റ്റ് ഹൗസിൽ നിന്നും ഗവർണർ ഇറങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുന്ന് കേവലം മിനിറ്റുകൾ മാത്രമുണ്ട്. ആ ക്യാമ്പസിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലത്താണ് ഈ സെമിനാർ നടക്കുന്ന ഇടം. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങുന്നു. മറുവശത്താണ് ആ ഗസ്റ്റ് ഹൌസിൽ നിന്നും ഏതാണ്ട് 300 മീറ്റർ മാറി പരീക്ഷാ ഭവന്റെ മുൻവശമാണ് ബാരിക്കേഡുകൾ തീർത്ത് ഈ SFIക്കാരുടെ പ്രതിഷേധത്തെ പോലീസ് തടഞ്ഞിരുന്നത്. ആദ്യം ഈ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഈ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ SFI പ്രവർത്തകർ സംഘടിച്ച് ഏതാണ്ട് 1000-ലധികം വരുന്ന പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് മുദ്രാവാക്യ വിളികളുമായി എത്തിയത്. ഈ ബാരിക്കേഡുകൾ
ഉള്ള സ്ഥലത്ത് പോലീസ് ഇവരെ തടയുകയും ചെയ്തു. അതിനുശേഷമാണ് കുറച്ച് പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ ഭേദിച്ച് മറുവശത്തേക്ക് കടക്കാനുള്ള നീക്കം നടത്തിയത്. അവരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയും സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഈ മുദ്രാവാക്യം വിളികളുമായി ഒരു വശത്ത് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ഇടയ്ക്കിടയ്ക്ക് ആ കാട്ടിലൂടെയും മറ്റുമൊക്കെ ഈ ചാടിക്കടന്ന് പ്രതിബന്ധം മറികടന്ന് മറുവശത്തേക്ക് എത്താൻ ഗവർണറുടെ ഭാഗത്തേക്ക് എത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും അതൊക്കെ സമർത്ഥമായി തന്നെ പോലീസ് ഇതിനകം മറികടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. സെമിനാർ ആരംഭിക്കുന്ന സമയമായി കഴിഞ്ഞാൽ സെമിനാർ ഹാളിലെത്തി 2 മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു നീക്കവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം, എസ്എഫ്ഐയുടെ പ്രതിഷേധം. അനീഷ് തുടരാം. കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ശാന്തത എപ്പോൾ വേണമെങ്കിലും മാറാൻ, ഏത് സമയം വേണമെങ്കിലും ഇതൊരു സംഘർഷത്തിലേക്കും ലാത്തിചാർജിലേക്കും ഒക്കെ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. സെമിനാർ തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതൽ നടപടികൾ ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രബോധനം ഒരുപക്ഷെ സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. നിലവിൽ അനീഷ്, ഗവർണറുടെ പരിപാടി തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്ന വാർത്ത കാലിക്കറ്റ് VC ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് നീങ്ങുന്ന നിമിഷങ്ങൾ. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ സ്ഥലത്തെത്തും. പ്രതീക്ഷിച്ച പ്രതിഷേധം തന്നെയാണ്. അതനുസരിച്ചുള്ള പോലീസ് സന്നാഹമാണ് നിൽക്കുന്നത്. അപ്പോഴും വലിയ രീതിയിലുള്ള സമരം അടിച്ചമർത്തുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. സ്ഥിരീകരിച്ചിരിക്കുന്നു. കാലിക്കറ്റ് VC സെമിനാറിൽ പങ്കെടുക്കില്ല എന്നറിഞ്ഞിരുന്നു. ഗവർണറുടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് MK ജയരാജ് വൈസ് ചാൻസലർ വ്യക്തമാക്കുന്നത്. അനീഷ്, എന്ത് കാരണം കൊണ്ട് VC മാറി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് VCയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, VCക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാധ്യത, ഇതെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അതിന്റെ കൂടി പ്രതിഫലനം ആ ഒരു തീരുമാനത്തിൽ ഉണ്ടെന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്കാണ് സർവകലാശാലയിലെ ഔദ്യോഗിക സംവിധാനങ്ങളും ഗവർണറും റൈറ്റ്. ഗവർണർ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ. വലിയ രീതിയിലേക്ക് പ്രതിഷേധം ഗവർണർ എത്തുമ്പോഴേക്ക് പോകാനുള്ള സാധ്യത ഒരു വശത്ത്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറെ പേരെ സ്ഥലത്ത് നിന്ന് നീക്കാനുള്ള പോലീസിന്റെ മുൻകരുതൽ നേരത്തെ നടത്തിയിരുന്നു. SFI പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമായി ആ ദൃശ്യങ്ങളെല്ലാം കാണുകയും ചെയ്തതാണ്. സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ. സെമിനാറിൽ പങ്കെടുക്കാനായി ഗവർണർ എത്തുന്ന ദൃശ്യങ്ങൾ. ഗവർണർ സെമിനാർ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി. ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് പുറത്ത് നടക്കുന്നത്? പോലീസ് ഏത് രീതിയിലായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്? Which media organization you belong to? Which media organization? Reporter TV. Do you heavy? They are heavy. They are heavy. Few students are there. So 500. There may be 200 criminals. All of them have not yet come. What is important about it? Come on. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are Hondas. They are not
students, only SFI has students? Other students are not there? Sir, how can you say that students are I'm gundas? saying, How can you say that students are gundas? I'm saying, not students. SFI is an organization of gundas. This is what they do. Still they stand firm in their protest. Fine. Let them be. Criminals, murderers, they are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you provoking the students? Why are you provoking the students? Get lost. Get lost. How can you say that? Get lost. പ്രതികരണം SFI ഗുണ്ടകളാണ്, എത്ര ആൾക്കാർ വന്നാലും അത്രയും ക്രിമിനലുകളാണ് പുറത്ത് ഉണ്ടാകുന്നതെന്ന് ഗവർണർ പറയുന്നു. മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം ക്ഷുഭിതനായി 2 മണിക്കൂറോളം താൻ കോഴിക്കോട് നഗരത്തിൽ നടന്നിട്ട് തനിക്കെതിരെ ആരും പ്രകോപനപരമായ ഒരു നീക്കവും നടത്തിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഈ കാണുന്നത് ക്രിമിനലുകളെ മാത്രമാണ്. അതിന് അനുകൂലിച്ച് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരോടും തനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് എന്നുകൂടി ഗവർണർ വ്യക്തമാക്കിയ സാധ്യത. അദ്ദേഹം സെമിനാറിലേക്കായി നടന്നു കയറുമ്പോൾ ഹോളിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരു വശത്തു നിന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. Stand up cool. സ്വാതന്ത്ര്യം ജനാധിപത്യം, സ്വാതന്ത്ര്യം ജനാധിപത്യം, ജനാധിപത്യം സോഷ്യലിസം, ജനാധിപത്യം സോഷ്യലിസം, ജനാധിപത്യം സോഷ്യലിസം, ജനാധിപത്യം സോഷ്യലിസം, സോഷ്യലിസം ജനതയിൽ വളരും. വിദ്യാർത്ഥിവാദം സിന്ദാബാദ്, വിദ്യാർത്ഥിവാദം സിന്ദാബാദ്, വിദ്യാർത്ഥിവാദം സിന്ദാബാദ്, വിദ്യാർത്ഥിവാദം സിന്ദാബാദ്. വിടുപണി ചെയ്യോ, വിടുപണി ചെയ്യോ, വിടുപണി ചെയ്യോ. ेन्दु तुषारहार धवला या शुभ्र
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാറിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ, സെമിനാർ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അകത്ത് സെമിനാർ നടക്കുമ്പോൾ പുറത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ശബ്ദം സെമിനാർ ഹാളിൽ കേൾക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് SFI കടക്കുമ്പോൾ വലിയ രീതിയിൽ ക്ഷുഭിതനായിട്ടാണ് ഗവർണർ നേരത്തെ സംസാരിച്ചത്. SFIയെ അയക്കുന്നത്, തനിക്കെതിരെ SFIയെ പ്രതിഷേധത്തിനായി അയക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാധ്യമ സ്ഥാപനങ്ങളുടെ പേരെടുത്തുകൊണ്ട് ചോദിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം ക്ഷുഭിതനായി. ഗുണ്ടകളാണ് SFI, ക്രിമിനലുകൾ മാത്രമാണ്, ഈ പുറത്തു നിൽക്കുന്നതല്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എല്ലാവരും ഗുണ്ടകളാണ്. അലിഗഡ് സർവകലാശാല മുതൽ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. ആ രീതിയിലുള്ള തോന്നിവാസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ട് തന്നെ ഭയപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാർ ഹാളിലേക്ക് കയറിപ്പോയത്. ഇറങ്ങണമെങ്കിൽ പണിയാണ്. വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധേയമാകുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ വിമർശനങ്ങളെല്ലാം അദ്ദേഹം വിമർശനങ്ങളെ ടാർഗറ്റ് ചെയ്തതെല്ലാം മുഖ്യമന്ത്രി തന്നെയായിരുന്നു. SFIക്കാരെ തനിക്കെതിരെ SFIക്കാരെ അയച്ചു, തനിക്കെതിരെ SFIക്കാരെ കരിങ്കൊടിയുമായി അയച്ചു. ഇതെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനെല്ലാം പിറകിൽ നിൽക്കുന്നത് എന്ന് വിമർശിച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാർ ഹാളിൽ കയറിപ്പോയത്. അതിന് മുൻപ് അദ്ദേഹം പറയുകയുണ്ടായി, കഴിഞ്ഞ മണിക്കൂറുകൾ ഉച്ചസമയത്ത് അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങിയിരുന്നു. മിഠായി തെരുവടക്കമുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുകയും ജനങ്ങളെ കാണുകയും സെൽഫി എടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ തനിക്കെതിരല്ല, പക്ഷേ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി അയക്കുന്ന SFIക്കാർ എന്ന ഗുണ്ടകളുമാണ് തനിക്ക് എതിര്. ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പെരുമാറ്റം ജനങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും താൻ കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങി നടന്നപ്പോൾ ഉണ്ടായില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. SFIയുടെ സമരത്തിന് പിന്തുണ കൊടുക്കുകയാണോ മാധ്യമങ്ങളെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മപീഠവും സംഘടിപ്പിക്കുന്ന സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെമിനാർ ഹാളിൽ. അതിൽ പങ്കെടുക്കാനായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുന്നത് സെമിനാർ വേദിയിൽ. അതേസമയത്ത് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നേരത്തെ നമ്മൾ കണ്ടു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനിശ്ചിത അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച. അപ്പോഴും കൂടുതൽ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ സമര രംഗത്തേക്ക് എത്തും എന്ന് SFIയുടെ നേതാക്കന്മാർ പറയുകയുണ്ടായി. ഇന്നലെയെല്ലാം വെല്ലുവിളിക്കുക തന്നെയായിരുന്നു പരസ്പരം. SFI ആണെങ്കിലും ഗവർണറാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നും അതേസമയം ബാനർ അടക്കമുള്ളവ കെട്ടാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു നിലപാട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വിഷമവൃത്തത്തിൽപ്പെട്ട പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ പോലീസ് ഈ സമരത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യം. ഇതുവരെ ഒരു കഠിനമായിട്ടുള്ള മുറകളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. ലാത്തി വീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സാധാരണ രീതിയിൽ ഒരു സമരം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ജലപീരങ്കിയോ അതല്ലെങ്കിൽ കണ്ണീർ വാതകമോ പ്രയോഗിക്കുന്ന രീതിയിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പോലീസ് ഒരു മയപ്പെട്ട നിലപാടാണ് SFIയുടെ സമരത്തോട് കാണിക്കുന്നത് എന്നുള്ള പരാതി ഗവർണറുടെ ഭാഗത്തു നിന്ന് നേരെ ഉയർന്നിരിക്കുന്നു. ആ പരാതി തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പലതവണ ഉയരുകയും ചെയ്തതാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഗേറ്റിന് മുകളിൽ വരെ കയറിയിരുന്ന് പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകരെ ദൃശ്യങ്ങൾ കാണാം. കറുത്ത ബലൂണുകൾ ഉയർത്തിക്കൊണ്ട് കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുകൂടിയാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. സെമിനാർ ഹാളിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഗവർണർ മാധ്യമങ്ങളോട് വളരെ ക്ഷുഭിതനായി സംസാരിച്ച ഗവർണർ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. മാധ്യമ പ്രവർത്തകരോട് ഏത് സ്ഥാപനങ്ങളിലാണ് ഉള്ളത് എന്ന് പേരെടുത്ത് ചോദിക്കുകയും നിലപാടുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തതിന് ശേഷം കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. രാവിലെ മയപ്പെട്ട രീതിയിൽ
രാവിലെ മയപ്പെട്ട രീതിയിൽ കണ്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചിത്രമായിരുന്നില്ല 3:30 സെമിനാർ ഹാളിലേക്ക് എത്തിയപ്പോൾ കണ്ടത്. അത്യന്തം ക്ഷുഭിതനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് പ്രതിഷേധിച്ചത് ആ രീതിയിലുള്ള രൂപമാറ്റം അദ്ദേഹത്തിൽ വീണ്ടും ഉണ്ടായി. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കാണാം. സെമിനാർ ഹാളിൽ അദ്ദേഹം എത്തുന്നത് തൊട്ടു മുമ്പ്. Students are there. So 100, there may be 200 criminals. All of them have not yet come. What is important about it? Come on. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are Hondas. They are not students. Only SFI has students. Other students are not there. Sir, how can you say that students are I'm gundas? saying. How can you say that students are gundas? I'm saying not students. SFI is an organization of gundas. This is what they do. Still they stand firm in their protest. Fine. Let them be. Criminals, murderers, they are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you provoking the students? Why are you provoking students? Get lost. Get lost. How can you say that? എന്തിനാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഗെറ്റ് ലോസ്റ്റ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായത്. വിമർശനം ഉയർത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും SFIക്കെതിരെയല്ല. പ്രധാനമായിട്ടും ഉയർത്തിയിരിക്കുന്ന വിമർശനം പോലീസിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ. മുഖ്യമന്ത്രി അയക്കുന്നു പോലീസ് സംരക്ഷണയോടുകൂടി SFI എന്ന ഗുണ്ടാ സംഘത്തെ തനിക്കെതിരെ മുഖ്യമന്ത്രി അയക്കുകയാണ് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നു. MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഏത് രീതിയിലായിരിക്കും സെമിനാർ ഹാളിൽ ഗവർണർ സംസാരിക്കാൻ പോകുക എന്നുള്ളത് ഏകദേശം ഒരു ചിത്രം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സെമിനാർ വേദിക്ക് പുറത്ത് സംഭവിക്കുന്നത്? പ്രതിഷേധം ഏത് രീതിയിൽ? പ്രതിഷേധം കൂടുതൽ മുറുകുന്ന അവസ്ഥയിലാണോ? കൂടുതൽ SFI പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിലുണ്ടോ? പോലീസ് എങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ നേരിടുന്നു സമരത്തെ ഇപ്പോൾ? അങ്ങേയറ്റം എന്തും ഉണ്ടാവാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പരീക്ഷാ ഭവന് സമീപം ഈ തമ്പടിച്ചിരിക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. ഓരോ നിമിഷവും പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് മറുവശത്തുള്ള കാട്ടിലേക്ക് ചാടി ചാവേറുകളെ പോലെ അവർ എങ്ങനെയും സെമിനാർ ഹാളിലേക്ക് എത്താനുള്ള ഒരു നീക്കം തന്നെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് ഓരോ ഘട്ടത്തിലും കൃത്യമായി ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന കാഴ്ച, അവരെ പിടികൂടി വാഹനങ്ങളിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് മറുവശത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും സെമിനാർ ഹാളിലേക്ക് ഗവർണർ പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പ്രവർത്തകർ ഒരുപക്ഷെ ഈ സെമിനാർ മുറുകുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ ഇത് പുരോഗമിക്കുന്ന മുറയ്ക്ക് മതിൽ ചാടി ബാരിക്കേഡുകൾ ഭേദിച്ച് മറുവശത്തേക്ക് പോകാനുള്ള ഒരു നീക്കം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. വലിയൊരു പോലീസ് സന്നാഹമാണ് ബാരിക്കേഡുകൾക്കിപ്പുറം വിദ്യാർത്ഥികളെ പ്രതിരോധിക്കാനായി നിലയുറപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിനങ്ങളിൽ 600 പോലീസുകാരുടെ സുരക്ഷയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സർവകലാശാല ആസ്ഥാനത്ത് ഏർപ്പെടുത്തിയതെങ്കിൽ ഇന്ന് ഏതാണ്ട് 2000-ലധികം വരുന്ന പോലീസുകാരുടെ വലിയ സംഘശക്തിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ പ്രതിരോധം മറികടന്ന് ഗവർണറുടെ അടുത്തേക്ക് എത്തുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒരാളെ പോലും ഈ സെമിനാർ നടക്കുന്ന ഹാളിലേക്ക് പ്രതിഷേധത്തിന്റെ രൂപത്തിൽ ഒരു കരിങ്കൊടിയുമായോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മുദ്രാവാക്യമായോ എത്തിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഈ പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത്. 3-4 തലങ്ങളിലെ പ്രതിരോധം കടന്നു വേണം ഈ പ്രവർത്തകർക്ക്, ഈ SFIക്കാർക്ക് ഗവർണർ ഇപ്പോൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. ആദ്യം ഈ ബാരിക്കേഡിനിപ്പുറം ഏതാണ്ട് 100-400 പോലീസുകാർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇതും കഴിഞ്ഞ് ഗസ്റ്റ് ഹൌസിന്റെ പരിസരത്ത് അടുത്ത ലെയറിലെ സേനാവിന്യാസമുണ്ട്. അതും തീർന്നാൽ സെമിനാർ നടക്കുന്ന കോംപ്ലക്സിന് ചുറ്റും വലിയ സുരക്ഷാ വ്യൂഹം തന്നെയാണ് പോലീസ് തീർക്കുന്നത്. ഇതൊക്കെ മറികടന്ന് വേണം പോലീസിന്റെ ബാരിക്കേഡുകൾ ഭേദിച്ച് വേണം പോവാൻ. ആർഷോ SFI സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ആർഷോ ബാരിക്കേഡുകൾക്ക് സമീപം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ നേതാക്കൾ ആ വശത്തുകൂടി പുറത്തേക്ക് ചാടാനുള്ള നീക്കമാണ്.
അതെ, ഞങ്ങളുടെ സമരം ഞങ്ങൾ തുടരും. ഇന്നിപ്പോ അദ്ദേഹം നിങ്ങൾക്കുള്ള ഒരു മാനാഞ്ചിറയിലേക്കും മിഠായി തെരുവിലേക്കും പോവുക മാത്രമല്ല, ഒരു മനുഷ്യരെ കൊലപ്പെടുത്തുന്നവരുണ്ടായി. ഇപ്പൊ കൊലയാളിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൊലയാളിയാണ്. അയാളുടെ പേക്കൂത്തും ഭ്രാന്തും കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യരെ കൊന്നതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ കൊലയാളിയെ ഈ നാട് തിരിച്ചറിയുമെന്നുള്ളതാണ് ഞങ്ങൾ സമരം. ആരെ കൊന്നതെന്നാണ് മിഠായി തെരുവില് ഒരു മനുഷ്യരെ കൊന്നതിന് ശേഷമാണ് അയാൾ തിരിച്ചു വന്നിട്ടുള്ളത്. നിങ്ങളുടെ മാധ്യമങ്ങളിലടക്കം വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ കാണിച്ച ഷോ ഓഫിന്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യൻ ഇന്ന് കൊല്ലപ്പെടുന്ന നിലയുണ്ടായി. നിങ്ങൾ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ്. ഞങ്ങളുടെ പ്രതിഷേധം കടുപ്പിക്കും. ഹലോ അനീഷ്, കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഹലോ അനീഷ, കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം, SFI തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഒരു കൊലയാളിയാണ്. മിഠായി തെരുവിൽ ഒരാളുടെ ജീവൻ നഷ്ടമാവാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ മിഠായി തെരുവ് സന്ദർശനം ഇടയാക്കിയെന്നാണ് ഈ ആർഷോ ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം മൂലം ഒരാൾക്ക് ജീവൻ നഷ്ടമായി. ഒരു കൊലയാളിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിമർശനമാണ് ഇപ്പോൾ ആർഷോ അങ്ങേയറ്റം ഗുരുതരമായ, ഇതുവരെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറം ഗവർണറെ ഒരു കൊലയാളി എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് SFI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ പറയും. തങ്ങൾ സമരവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ആർഷോ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ പറയും. അദ്ദേഹം ഇതുവരെ നടത്തിയ ഷോ ഓഫ് കെട്ടുകാഴ്ചകൾ, ആ കാഴ്ചകളുടെ ഭാഗമായി തന്നെയാണ് ഇന്നും ഈ മിഠായി തെരുവിലേക്ക് നടത്തിയ യാത്ര. പോലീസ് സുരക്ഷയിൽ തന്നെയാണ് നടത്തിയത്. അതിൽ ഒരാളുടെ മരണത്തിന് ഇടയാക്കിയിരിക്കുന്നു എന്നാണ് ആർഷോ ഇപ്പോൾ പറയുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോഴിക്കോട് നഗര സന്ദർശനത്തിനിടെ ഉണ്ടായ തിരക്കിനിടെ കുഴഞ്ഞു വീണ വയോധികൻ മരിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൂടിയാണ് SFI ഉയർത്തുന്ന ആരോപണങ്ങൾ. വലിയ തിരക്കും കാരണം ഇയാളെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി. അല്ല, അദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ, അദ്ദേഹം പ്രതിഷേധം കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രതിഷേധം കാണിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ. അല്ല, അദ്ദേഹത്തെ കാണിക്കുന്ന നിലയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. വലിയ രീതിയിലുള്ള വിമർശനം SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കൊലയാളി എന്നാണ് SFI ഗവർണറെ വിളിച്ചത്. ഗവർണർ SFIക്ക് തുടരൂ. അനീഷ്, പറയാം. ഏതായാലും തീർച്ചയായും ഒരു നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി വാക്കുകൾ കടുപ്പിച്ച് ഇതുവരെ സംഘപരിവാർ असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्ति. Inviting Honorable Governor for his inaugural address. Sir, please.
Shri Kumaran C, visiting Professor Sanatan Dharm Peetham, Shraddhe Swami Chidanand Puri Ji, Shri Shekharan C, Shri Shant TN, Dr. Abraham Joseph, Shri Dharan P, Piriye Sahodari Sahodran Mare, എല്ലാവർക്കും എൻ്റെ വന്ദനം. We have started this event with an invocation song, Ya Kundedu Tushar Har Dhavla, which means purity of body. We are invoking divine to bless us with the purity of body, purity of mind, and sanctity of spirit, Atma. We must make ourselves as white, Swachh, Dhavala, then Nishesh Jatya Paha, which means invoking the divine, or rather becoming more aware that we have to get rid of the diseases in our mind. And these diseases need to be removed. Clarity of speech, purity of body, sanctity of spirit, all these three things are that we ardently pray for, and we start every important function with this prayer. At the outset, I would like to thank Sanatan Dharm Peetham, the organizers, and ladies and gentlemen who are gathered in this hall, who have very kindly and graciously welcomed me here. Peetham, I would like to express my gratitude for their invitation and giving me this opportunity to pay my tribute to one of the great saints of India, Shri Narayan Guru, and also Parameshwar Ji. So this is, and I must also apologize for my inability to attend the function earlier due to some unforeseen reasons. The book Navothanatinde Pirvachakan, which was written by Swargya P. Parameshwaran Ji. At that occasion, I was supposed to be here, and I was not able to come. But the ideas of Shri Narayan Guru, as well as the incisive and profound observations of Parameshwar Ji are among those that cannot wither
nor they can become stale, and that explains the contemporary relevance of this seminar. We all know, many decades after his Mahasamadhi, the flow of books and studies on the life and teachings of Shri Narayan Guru has been stronger than ever. This is this can happen only when the teachings of the Guru continue to be relevant to the times in which we are living. They enlighten researchers with novel and striking insights about the depth of his vision. Every new revelation reminds us of the profundity of this Vishwa Guru who redefined the social role of his sannyas through his unique philosophy of equality and universal brotherhood. And please, never forget the fact that in the Indian Sant Parampara, the great Gurus, Shri Narayan Guru including, right from Adi Shankaracharya, they have never claimed originality about their teachings. Our problem is that as human beings, we have a forgetful nature. We become forgetful of these great teachings. Often we stray from the path which they have shown us, and that is why in Srimad Bhagavad Gita, Lord tells us, Yada yada hi dharmasya gilanir bhavti bharat abhyutthanam dharmasya tadatmanam sirjamyaham. Gilani is nothing else. When we forget the essence of the message, the essence of our cultural heritage, and we go wayward, then India is gifted with the blessed. This is a blessed capability of India, that at such times noble souls, they come amidst us. And they remind us, they invite our attention. I would like to share my understanding of what Sanatan means, what Sanatan Dharma means. Sanatan is not the only concept. Along with Sanatan, we have the concept of Yug Dharma, Kal Dharma, Desh Dharma. So we will have to make distinction between all these four. And dharma is a complex issue. Even Dharmaraj Yudhishthir,
who was the son of Dharma, he got confused. And he asked Bhishma Pitame in the battlefield of Kurukshetra when he was lying on the bed of nails. There are so many books, so many preachings, so many interpretations, so many commentaries. Which one I should consider final? I do not know whether the reply of Bhishma Pitame had satisfied the curiosity of the Dharmaraj. But the compiler of all Indian wisdom, what are these books? They are essentially our sages, our rishis. They devoted their lives. They never claimed that this is their, they have created these principles. They always said they have discovered these principles. They did not make any claim of ownership. They said these Sanatan Siddhant are something of everlasting value, which does not change like the Kal Dharma changes. Like the Desh Dharma, you are here in Calicut, tomorrow you may be, for a job you may go to Jammu and Kashmir. Many things, because the climate is totally different. Food habits will also differ. Style of life will differ. So you will have to adapt to many changes. You are living in a different time period. Then you will have to find way out to meet the demands of the times in which you are living. That is Kal Dharma. But Sanatan Dharma, the Sanatan Siddhant, Sanatan values, Sanatan, which we call Sanatan, that is not subject to change. It does not change. I often give this example. The sun rises, say, at 5:45. No power on earth, howsoever advanced we may be, we can advance or postpone the rising of the sun. That is Sanatan Siddhant. They are eternal truths. And the eternal truths, from eternal truth what follows? Eternal truth will not cater to sectional demands. Desh Dharma will cater to sectional demands. Kal Dharma will cater to sectional demands. Eternal values will not cater to sectional demands. And that is the reason why the Indian culture has a universal vision. Mata cha Parvati Devi, Pita Devo Maheshwara, Manava Sarva, Bandhava, Swadesho Bhuvan Tireyam. It is not just I am Nijparovati Garna Lagu Cheta Samudar Charita Nam Tu Vasudev Katumkam. The phrase which we adopted for highly successful G20 conference. And this phrase become popular not only throughout India, but throughout the world. Please think about it. We are not the only country in the world. We are not the only civilization in the world.
And when I compare, I do not compare with the intention to show other civilization in poor light. No, I have no right to sit in judgment. But as an Indian, I must understand what my true heritage is. In order to understand that, I need some comparative study. These civilizations all over the world. Yesterday night, somebody who is a very well-known, I know him since a long time, belongs to Calicut, when he was a student in Delhi. Even when Delhi, after his education, he had become very well-known as author. Writes in magazines, papers, books, he has written. Last night he came to see me and I was discussing this. I said, tell me, any civilization is the world which has a universal vision. Every civilization is defined either by the color of the skin. You know, human beings cannot live in isolation. I can't be an island unto myself. I need company, I need samajam, society. If I need society, then I must find a mechanism to give a sense of unity, sense of stability to that society. That will be based on some principle. So, one civilization would say that we are of the color of our skin is white or whatever it is. That is what binds us together. And on that basis, they will claim superiority. This is very important. Not only that we will create in this society, we will create unity in this society, but on the basis because we are white, therefore we are superior to other races. They will come to other countries, they will exploit them, they will loot them, but what they will say? We have come to civilize them. Why? Because we are superior. Then there are civilizations. Our language is superior. Our religious faith is superior. Only we will get liberation from human condition, which in Indian tradition is called moksha, nirvana. In other traditions, different names are given. We alone will go to paradise. We alone have that message which we must carry to all the corners of the world, and on that basis we should dominate over others. And what is the defining parameter of Indian civilization? Race? No, our rishis have told us, if varna is a word which can be used for race, and which was used for race for long time, then our rishis have told us, bharteshu istriya purusho nana varna pirkirtite nana dev archane yukta nana karmani kurvati. They have not told last 150 years. The world is changing. This is not 200-year-old shlok. This goes back to the remotest times when possibly we had not even, we were depending totally on oral tradition. Then our rishis told us that in this subcontinent itself we have so many races.
people, women, men, they belong to different places. They worship God is one, but they worship that one God by different names.